ഫൈബ്രോമയാൾജിയ എന്ന പേര് പലർക്കും അത്ര പരിചിതമായിരിക്കില്ല. എന്നാൽ നിൽക്കാനും ഇരിക്കാനും വയ്യ, ദേഹം മുഴുവൻ വേദന, കൈകാൽ കഴപ്പ്, തലവേദന, വയറുവേദന, നെഞ്ചുവേദന, കാണിക്കാത്ത ഡോക്ടർമാരില്ല. എന്നിട്ടും രോഗം എന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ പറയുന്ന ചിലരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത് ഫൈബ്രോമയാൾജിയയുടെ ലക്ഷണമാകാം. ഫൈബ്രോമയാൾജിയ എന്നത് ഒരു ഫങ്ഷണൽ സൊമാറ്റിക് സിൻഡ്രോമാണ്. അതായത് ഒരു വ്യക്തി രോഗാവസ്ഥയിലാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും പ്രത്യക്ഷത്തിൽ രോഗമൊന്നും കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥ. എന്ത് കാരണം കൊണ്ടാണ് ഈ രോഗാവസ്ഥ ഉണ്ടാകുന്നതെന്ന് കണ്ടെത്താൻ വൈദ്യശാസ്ത്രത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. സന്ധിപേശി സംബന്ധമായവ അഥവാ റുമാറ്റോളജിക്കൽ, നാഡീവ്യൂഹ സംബന്ധമായവ അഥവാ ന്യൂറോളജിക്കൽ, ഉദരം കുടൽ സംബന്ധമായവ അഥവാ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ, മൂത്ര സംബന്ധമായവ അഥവാ യൂറോളജിക്കൽ എന്നീ രോഗങ്ങളായി ഫൈബ്രോമയാൾജിയ തെറ്റിദ്ധരിക്കപ്പെടാം. രോഗലക്ഷണങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമാണെങ്കിലും പ്രധാന ലക്ഷണങ്ങൾ വിട്ടുമാറാത്ത ശരീരവേദനയാണ്. പേശികളും അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ വേദന അനുഭവപ്പെടുന്നത്. തോൾ, നടുവ്, ഇടുപ്പ് എന്നീ ഭാഗങ്ങളിൽ അസാധാരണമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. കഴുത്ത്, തോൾ, പുറം, നെഞ്ച്, ഇടുപ്പ്, കൈകാലുകൾ എന്നീ ഭാഗങ്ങളെ കൂടുതൽ തീവ്രമായി രോഗം ബാധിക്കുന്നു. ഉന്മേഷക്കുറവ്, ഇടത്തരം മുതൽ കഠിനമായ ക്ഷീണം, രാത്രിയിലെ ഉറക്ക പ്രശ്നങ്ങൾ, വിഷാദാവസ്ഥ, ഉത്കണ്ഠ, തലവേദന, വയറുവേദന, കാലുകൾക്ക് അസ്വസ്ഥത, മരവിപ്പ്, തരിപ്പ്, ചിന്തിക്കുക, ഓർക്കുക, തീരുമാനങ്ങൾ എടുക്കുക എന്നീ കൊഗ്നിറ്റീവ് പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന അവസ്ഥ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്നിവയെല്ലാം ഫൈബ്രോമയാൾജിയുടെ ലക്ഷണങ്ങളാണ്. രാവിലെയും വൈകുന്നേരവും വേദന കൂടുതലായി അനുഭവപ്പെടുന്നു. ചിലർക്ക് ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വേദന ഉണ്ടാകും. കായിക അധ്വാനം, തണുപ്പ് അല്ലെങ്കിൽ ഈർപ്പമുള്ള കാലാവസ്ഥ, ആശങ്ക, സമ്മർദ്ദം എന്നിവ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലെല്ലാം വേദന വർദ്ധിക്കും. രോഗബാധിതർക്ക് കടുത്ത ശരീരവേദന ഉണ്ടാകുമെങ്കിലും ഇവരുടെ രക്തപരിശോധനകൾ, എക്സ്റേ, സ്കാനിംഗ് എന്നിവയെല്ലാം നോർമലായിരിക്കും. അകാരണമായ വേദനയെ തുടർന്ന് എത്ര ടെസ്റ്റുകൾ ചെയ്താലും രോഗം എന്താണെന്ന് കണ്ടെത്താൻ കഴിയില്ല. ടെസ്റ്റുകളെല്ലാം നോർമലാകുകയും പ്രത്യക്ഷത്തിൽ രോഗമൊന്നും കണ്ടെത്താൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും രോഗിയുടെ അടുത്ത ബന്ധുക്കൾ പോലും ഇവരുടെ അവസ്ഥ അഭിനയമോ മടിയോ ആയി തെറ്റിദ്ധരിക്കാം. ജോലി ചെയ്യാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനുള്ള മടി കൊണ്ടാണ് എപ്പോഴും വേദനയാണെന്ന് പറയുന്നതെന്ന് രോഗിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും കുറ്റപ്പെടുത്തും. ഇതുമൂലം തന്നെ ആരും മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നൽ രോഗിക്കുണ്ടാകുന്നു. ഇത് വിഷാദം വർദ്ധിപ്പിക്കുകയും ഈ വിഷാദം രോഗത്തിന്റെ തീവ്രത കൂട്ടുകയും ചെയ്യുന്നു. ഇതുകൂടാതെ കാരണം കണ്ടെത്താനാവാത്ത തീവ്രവേദന മറ്റെന്തെങ്കിലും രോഗമാണോ എന്നോർത്ത് രോഗി ആശങ്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. രോഗം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നതിൽ വ്യക്തതയില്ലെങ്കിലും ഈ രോഗത്തിലേക്ക് നയിക്കുന്നത് പ്രധാനമായും 4 ഘടകങ്ങളാണെന്ന് കരുതുന്നു. മനഃശാസ്ത്രപരമായ ഘടകങ്ങൾ, ജനിതക ഘടകങ്ങൾ, ന്യൂറോളജിക്കൽ ഘടകങ്ങൾ, പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവയാണത്. ഫൈബ്രോമയാൾജിയയ്ക്ക് കാരണമാകുന്ന അതേ ജീനുകൾ തന്നെയാണ് മറ്റു ഫങ്ഷണൽ സൊമാറ്റിക് സിൻഡ്രോമുകൾക്കും വിഷാദ രോഗങ്ങൾക്കും കാരണമായി കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഫൈബ്രോമയാൾജിയ ഉള്ളയാളിൽ ന്യൂറോപ്പത്തിക് വേദനകളും വിഷാദ രോഗവും കാണപ്പെടുന്നതായി പഠനങ്ങൾ പറയുന്നു. ഇവ മൂന്നും ഒരേ ജനിതക തകരാറ് മൂലമാണ് സംഭവിക്കുന്നതെന്നാണ് അതിന് കാരണമായി പറയുന്നത്. ഫൈബ്രോമയാൾജിയെ നിർണ്ണയിക്കാൻ കഴിയുന്ന പരിശോധനകൾ ഒന്നുമില്ലെങ്കിലും ലക്ഷണങ്ങൾ, ശാരീരിക പരിശോധന, രോഗിയുടെ മറ്റ് അവസ്ഥകൾ, വേദനയുടെയും രോഗലക്ഷണങ്ങളുടെയും തീവ്രത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള സ്കോറിങ്ങിലൂടെ ഈ രോഗം നിർണ്ണയിക്കാൻ സാധിക്കും. 3 മാസത്തിലധികം തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന വേദന, 18 ടെൻഡർ പോയിന്റുകളിൽ കുറഞ്ഞത് 11 എണ്ണത്തിലുമുള്ള വേദന എന്നിവയൊക്കെ രോഗം തിരിച്ചറിയാൻ കൂടുതൽ സഹായകരമാകും. സാധാരണ ആളുകൾക്ക് വേദന ഉണ്ടാകാത്ത സാഹചര്യങ്ങളിൽ, അതായത് ചെറിയൊരു സ്പർശനം പോലും ഈ രോഗികൾക്ക് വലിയ വേദനയോടെയാണ് അനുഭവപ്പെടുക. സ്ട്രെസ്ഫുള്ളായ ബാല്യമുള്ളവർക്ക് ഫൈബ്രോമയാൾജിയ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നു. എന്നാൽ ഈ രോഗം ഉണ്ടാകുന്നതിന്റെ യഥാർത്ഥ കാരണം ഇന്നും അജ്ഞാതമാണ്. എന്തെങ്കിലും ഒരു ട്രിഗറിംഗ് ഇൻസിഡന്റിന് ശേഷമായിരിക്കും രോഗലക്ഷണങ്ങൾ പ്രകടമാകുക. ഉദാഹരണത്തിന് പരിക്കുകൾ, ചില ശസ്ത്രക്രിയകൾ, വൈകാരിക സമ്മർദ്ദം എന്നിവയിൽ ഏതെങ്കിലും ആകാം ആ ട്രിഗറിംഗ് ഫാക്ടർ. ഒരു സംഭവമോ അല്ലെങ്കിൽ ഒന്നിലധികം സംഭവങ്ങളോ രോഗത്തെ ട്രിഗർ ചെയ്യാം. തുടക്കത്തിൽ തന്നെ ലക്ഷണങ്ങൾ ചികിത്സിക്കാതിരിക്കുമ്പോൾ രോഗം കാലക്രമേണ വർദ്ധിക്കുന്നു. പുരുഷന്മാരെക്കാൾ 9 ഇരട്ടി സ്ത്രീകളിൽ ഈ രോഗം കാണപ്പെടുന്നു, പ്രത്യേകിച്ച് മധ്യവയസ്കരായ സ്ത്രീകളിൽ. ചികിത്സയിലൂടെ ഒരിക്കലും ഈ രോഗം ഭേദപ്പെടുത്താൻ കഴിയില്ലെങ്കിലും ചില മരുന്നുകളിലൂടെ രോഗലക്ഷണങ്ങൾ നിയന്ത്രിച്ചു നിർത്തുവാൻ സാധിക്കും. ഇതിലൂടെ ഫൈബ്രോമയാൾജിയ രോഗികളുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ കഴിയും. മരുന്നുകളെ മാത്രം ആശ്രയിക്കാതെ ജീവിതശൈലി കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതിന് ഇത്തരത്തിലുള്ള മാറ്റം ഉണ്ടാകാൻ സാധിക്കൂ. രോഗിക്കുള്ള ചികിത്സ നിർണ്ണയിക്കുന്നത് പ്രായം, പൊതുവായ ആരോഗ്യം എന്നിവയും രോഗം എത്രത്തോളം ഗുരുതരമാണ് എന്നതും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. റുമറ്റോളജിസ്റ്റാണ് രോഗം ചികിത്സിക്കേണ്ടത്. അവസ്ഥ ഗുരുതരമാണെങ്കിൽ ഒരു കെയർ ടീം സമീപനം സ്വീകരിക്കാം. അതായത് രോഗിയുടെ ഡോക്ടറും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് രോഗിക്ക് ആവശ്യമായ പിന്തുണയും ചികിത്സയും നൽകുന്ന ചികിത്സാ രീതിയാണിത്. കൂടാതെ രോഗിയിൽ അവബോധം സൃഷ്ടിക്കുക, എയറോബിക് എക്സസൈസുകൾ, കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, മരുന്നുകൾ എന്നിവയും ചികിത്സയുടെ ഭാഗമാക്കാം. ഫൈബ്രോമയാൾജിയ ബാധിച്ച രോഗികളിൽ ഹാപ്പിനെസ് ഹോർമോൺ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വിഷാദവും ഉത്കണ്ഠയും സമ്മർദ്ദവും വർദ്ധിക്കുന്ന സാഹചര്യങ്ങളിൽ രോഗവും വർദ്ധിക്കും. ഇവ നിയന്ത്രിച്ചു നിർത്തുമ്പോൾ ഒരു പരിധിവരെ ഫൈബ്രോമയാൾജിയ നിയന്ത്രിക്കുവാൻ സാധിക്കും.
ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകളുടെ ഉപയോഗം വേദന കുറച്ച് മെച്ചപ്പെട്ട ഉറക്കം ലഭിക്കാൻ സഹായിക്കും. വിഷാദം കുറയ്ക്കാൻ മരുന്നുകൾക്കൊപ്പം രോഗിക്ക് ആന്റി ഡിപ്രസന്റുകളും നൽകാറുണ്ട്. മസിൽ സ്ട്രെച്ചിങ്, ലോ ഇമ്പാക്റ്റ് എക്സസൈസുകൾ, കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി അടക്കമുള്ളവയും ട്രീറ്റ്മെന്റിന്റെ ഭാഗമാക്കാറുണ്ട്. വേദനയെ നിയന്ത്രിച്ചു നിർത്തി രോഗിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് പെയിൻ മാനേജ്മെന്റും ചികിത്സയുടെ ഭാഗമാക്കാം. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. കാരണം അവർ അനുഭവിക്കുന്ന വേദന യഥാർത്ഥത്തിൽ ഉള്ളതാണ്. നിങ്ങളുടെ സഹാനുഭൂതിയോടെയുള്ള പെരുമാറ്റം അവരുടെ വേദന കുറച്ചേക്കാം.